കൊച്ചിയിൽ രേഖകളില്ലാതെ കടത്തിയ 2 കോടിയിലധികം രൂപ പിടികൂടി. വില്ലിംഗ്ടൺ ഐലൻഡിന് സമീപം ഓട്ടോറിക്ഷയിൽ നിന്നാണ് പണം പിടിച്ചത്. സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശി രാജഗോപാൽ, ബീഹാർ സ്വദേശി എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഡാനി പോൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഒരു ഓട്ടോയിൽ നിന്നാണ് 2 കോടിയിലധികം രൂപ പിടികൂടിയിരിക്കുന്നത്. പോലീസ് ഏത് തരത്തിലാണ് ഈ ഓട്ടോയിലേക്ക് പരിശോധന എത്തിച്ചത്? നേരത്തെ വിവരം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണോ? എങ്ങനെയാണ് വിവരങ്ങൾ? ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു ഇവിടെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ ഈ കണ്ടെയ്നർ റോഡിൽ ഇവിടെ വെച്ച് ഈ പണം പിടികൂടുന്നത്. ഇവർ ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്നു തുകയാണ് പിടികൂടിയിരിക്കുന്നത്. 2 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. തമിഴ്നാട് സ്വദേശിയും അതോടൊപ്പം തന്നെ ബീഹാർ സ്വദേശിയായ സബി മുഹമ്മദുമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പോലീസ് ഇവിടെയുള്ള ഇന്ത്യൻ നേവി മാരിടൈം യൂണിവേഴ്സിറ്റി അതിന്റെ ഒരു ക്യാമ്പസിൽ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ തുക എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. നമുക്ക് കാണാം അതിൽ ടേബിൾ ക്രമീകരിച്ചുകൊണ്ട് അവിടെ തുക എണ്ണുകയാണ്. നോട്ടെണ്ണുന്ന മെഷീൻ അടക്കം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. 2 കോടിയിലധികം രൂപ എന്നതാണ് പോലീസ് തുടക്കത്തിൽ ഇവർ പറഞ്ഞിരുന്നത്. പോലീസ് അത് എണ്ണി തിട്ടപ്പെടുത്തുന്നു. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഹാർബർ പോലീസിന്റെ പതിവ് പരിശോധന ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ സംശയം തോന്നുകയായിരുന്നു. ഓട്ടോറിക്ഷയിൽ അവരോട് ചോദിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായാണ് 2 പേരും സംസാരിച്ചത്. തുടർന്ന് ഓട്ടോറിക്ഷ പരിശോധിക്കുന്നു. പരിശോധനയിലാണ് ഈ തുക ഇത്രയും പണം കണ്ടെത്തുകയും ചെയ്തത്. ഇവർ പറഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ ഒരു വ്യവസായി കൈമാറുന്നതിന് വേണ്ടി ഇവിടേക്ക് കൊണ്ടുവന്നുവെന്നതാണ്. അത് കൈമാറുന്നതിന് വേണ്ടിയുള്ള ഒരാളെ അവർ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പോലീസിന്റെ പരിശോധനകൾ ഉണ്ടാകുന്നത്. തുടർന്നാണ് ഈ നോട്ട പിടികൂടുകയും പിന്നീട് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ബാങ്ക് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു സാന്നിധ്യത്തിൽ പരിശോധന നടത്തുകയും ചെയ്യുന്നത്. ഇത് സംബന്ധിയായി ഇവർ പറയുന്നത് ഇവർക്ക് ഇതിനെക്കുറിച്ച് ഈ തുക തന്നുവിട്ട ആളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. പോലീസ് അദ്ദേഹത്തോട് വരാനായിട്ടും അടക്കം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഒരു സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട കൈമാറിയ തുകയാണ് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് ഇതിന്റെ ഈ പണത്തിന്റെ ഉറവിടം സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് കൃത്യമായി ഉടമസ്ഥന് ഇത് തന്നുവിട്ട ആൾക്ക് അതിന്റെ വ്യക്തമായ രേഖകളടക്കം ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളിൽ നിന്ന് അയാൾക്ക് മാറാം. എന്തായാലും ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം തുടരും. ഇത്രയ്ക്കധികം പണം ഇങ്ങനെ ഓട്ടോറിക്ഷയുടെ പിറകിൽ കൊണ്ടുപോവുക എന്നതിലെല്ലാം തന്നെ സ്വാഭാവികമായും അതിലൊരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടവരോട് ഹാജരാകണമെന്ന രീതിയിൽ തന്നെ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനു മുൻപായിട്ട് ഈ തുകയുടെ പരിശോധനകളടക്കം പൂർത്തിയാക്കണം. എത്രത്തോളം തുകയുണ്ട്, അതിന്റെ സീരിയൽ നമ്പർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ ബാങ്കിൽ നിന്ന് ബാങ്കിന്റെ സീലുകൾ അടക്കം രസീതുകളടക്കം ചില നോട്ട് ബണ്ടിലുകളിൽ കാണാം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇത് കണക്കിൽപ്പെടാത്ത പണം അത് രേഖകളില്ലാതെ കൊണ്ടുവരുന്നത് ശിക്ഷാർഹം തന്നെയാണ്. അതിന്റെ സോഴ്സ് കൃത്യമായ രീതിയിൽ തന്നെ ഹാജരാക്കുകയും വേണം. എന്തായാലും അതിന്റെ ബന്ധപ്പെട്ടവരോട് ഇതുമായി ഇവർക്ക് കൈവശം കൊടുത്തയച്ചവരോട് ഇവർക്ക് അവരെക്കുറിച്ച് മറ്റ് വിവരങ്ങളില്ല. ഇവർക്ക് കൈമാറി ഇവിടെ എത്തുമ്പോൾ ഇതുമായി ചുമതലപ്പെട്ടവർ വന്ന് വാങ്ങിക്കുമെന്നാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തമിഴ്നാട് സ്വദേശിയായ ബാലസുബ്രഹ്മണ്യം കഴിഞ്ഞ കുറേ നാളുകളായി കൊച്ചി കേന്ദ്രീകരിച്ച് ഇവിടെ ഉപജീവനം നടത്തുകയാണ്. ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുകയാണ്. മറ്റൊരാളുള്ളത് ഒരു തുണിക്കടയിൽ ജോലി നോക്കുന്ന ആളാണ്. ഇരുവരും സുഹൃത്തുക്കളുമാണ്. എന്തായാലും ഈ ഒരു കൃത്യം ഇവരെ ഏൽപ്പിക്കുകയായിരുന്നു. അതിൽ ഇവർക്ക് പണം തന്നുവിട്ട ആൾ സ്ഥലം കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുകയാണ്. അത് മറ്റൊരാളെ ഏൽപ്പിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇവിടെ ഈ റോഡിൽ ഇവിടെയുള്ള ഈ വെല്ലിംഗ്ടൺ ഐലൻഡിലേക്ക് പോകുന്ന റോഡിൽ ഇവിടെ കാത്തു നിൽക്കാൻ പറഞ്ഞു. അതിനനുസരിച്ച് ഇവിടെ ഓട്ടോ 2 തവണ അങ്ങോട്ട് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പോലീസിന്റെ പരിശോധനയിലേക്ക് അടക്കം നീങ്ങിയത്. അതിൽ നിന്നാണ് ഈ തുക നമ്മൾ കാണുന്ന ഈ നോട്ടുകെട്ടുകൾ അടക്കി വെച്ചിരിക്കുന്ന തുകയടക്കമുള്ള കാര്യങ്ങൾ കണ്ടത്. അതിനുശേഷം ഇവിടെ ഇപ്പോൾ സൗത്ത് ACP അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. അതിനുശേഷം കൃത്യമായ രീതിയിൽ തന്നെ വിശദീകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. യൂണിവേഴ്സിറ്റിക്കകത്തുനിന്ന് പിടിച്ചത് വഴിയിൽ നിന്നാണല്ലോ. അപ്പോൾ അവൾ ജസ്റ്റ് പവർ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അറിയാലോ, പവർ എടുത്തത് എണ്ണാൻ വേണ്ടിയുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരിക്കലും പിന്നെ റിപ്പോർട്ടേഴ്സ് ഉള്ളവരെന്ന് ഏതെങ്കിലും ബ്രീഫിംഗ് ഉണ്ടോ സാർ ഇതുമായി ബന്ധപ്പെട്ട് ഇത് കഴിഞ്ഞിട്ട്? ഇതിപ്പോൾ യൂണിവേഴ്സിറ്റി വെളിയിൽ നിന്നാണ്. ജസ്റ്റ് ഇത് മെഷർ ചെയ്യാൻ വേണ്ടി കറണ്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇത് വിഷ്വലി വരുമ്പോഴത്തേക്ക്
വരുമ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റിയിൽ വന്നു പോയാൽ ക്യാമ്പസിനകത്ത് വരുന്നു. അത് നെഗറ്റീവ് വാർത്തയാവും. ഇല്ലാത്ത കാര്യത്തിന് അവർ ലയബിളാവും. വേറെ എന്തെങ്കിലും വിശദീകരണങ്ങളുണ്ടോ ഇത് സംബന്ധിച്ച്? കഴിഞ്ഞിട്ട് പറയാം. കഴിഞ്ഞു. ഒരു സൗത്ത് ICP രാജ്കുമാറാണ് അദ്ദേഹം. ഏതായാലും ഇത്തരം ഒരു പരിശോധനകളും കാര്യങ്ങളും തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം കൂടുതൽ വ്യക്തതയിലേക്ക് പറയാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഓട്ടോറിക്ഷ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ്. കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. എന്തായാലും കണക്കിൽപ്പെടാത്ത 2 കോടിയിലധികം രൂപയാണ് ഈ ഓട്ടോയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, ഉറവിടം സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ പോലീസ് നടത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കാമെന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.